അപ്പോൾ ഈ മോഡ്യൂൾ 6 നമ്മൾ ഈ തെർമോഡൈനാമിക് റിലേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് പഠിക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ്. ഇച്ചിരി സുഖമില്ല സംഭവം, ചെറിയൊരു തലമുറക്കൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഉറക്കമില്ലാതെ ഉള്ള ഒരു വർക്കിങ്ങിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ സമയമില്ല, പെട്ടെന്ന് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പം നോക്കാം മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഈ വേറെ എന്തുമായാലും നമുക്ക് ഇരിക്കാനും, പക്ഷേ ഈ തല ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കാം. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് പറയുമ്പോഴത്തേക്ക് മാക്സ്വെൽസ് ആക്ച്വലി 4th മോഡ്യൂൾ നമ്മൾ കുറച്ച് ഹെൽമോൺസ് ഫംഗ്ഷൻ, ഗിബ്സ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ പഠിക്കുമായിരുന്നു. അപ്പോൾ ഹെൽമോൺസ് ഫംഗ്ഷൻ, ഗിബ്സ് ഫംഗ്ഷനൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഈ മാക്സ്വെൽസ് ഇക്വേഷൻസിലേക്കും റിലേഷൻസിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ പുതുതായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ആ 4th മോഡ്യൂൾ പഠിക്കുമായിരുന്നു. അപ്പോൾ ആ മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നുള്ളത്. അപ്പോൾ ഈ നമ്മളിവിടെ 4 മാക്സ്വെൽസ് റിലേഷൻസ് അല്ലെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ് എഴുതുന്നത്. അപ്പം ഈ 4 എണ്ണവും 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ പെടുന്ന സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലാ ആൻഡ് സെക്കൻഡ് ലാ കമ്പൈൻ ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ എഴുതും. ഫസ്റ്റ് ലാ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പം അത് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് second law combined. ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാ കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലാ പറയുന്ന ഡി ക്യു ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ ഡി യു പ്ലസ് ഡബ്ല്യു. ഡബ്ല്യുവിന് പി ഡി വി വർക്ക് എന്ന് കൊടുക്കാം, പി ഡി വി. സെക്കൻഡ് ലാ പറയുന്നത് ടി ഡി എസ് ഈസ് ഈക്വൽ ടു ഡി ക്യു. അപ്പോൾ ഇതെടുത്ത് ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലാ സെക്കൻഡ് ലാ കമ്പൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ടി ഡി എസ്, ടി ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് ഡി യു ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, ഇതിങ്ങപ്പുറത്ത് കൊണ്ടുവന്നാൽ ടി ഡി എസ് മൈനസ് പി ഡി വി എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് മാക്സ്വെൽസ് റിലേഷൻ എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിലേഷൻഷിപ്പാണിത്. മാക്സ്വെൽസ് ഇക്വേഷൻ, ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയിലെ എന്താണ് ഇക്വേഷൻ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ലാ ആൻഡ് സെക്കൻഡ് ലാ കമ്പൈൻഡ് ആയിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പിയുടെ ഇക്വേഷനാണ്. നമുക്ക് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ അറിയാം. എൻതാൽപ്പി എന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എന്താണെന്ന് എനിക്കറിയാം, പി വി ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി എച്ച് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി വി, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇവിടെ നമുക്ക് എഴുതാൻ പോവുകയാണ്. ഇതും കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഡി യു പ്ലസ് പി ഡി വി ഈക്വൽസ് നമുക്ക് എന്തെന്ന് കിട്ടും, ടി ഇൻറ്റു ഡി എസ് എന്ന് കിട്ടും. അപ്പോൾ ഡി യു പ്ലസ് പി ഡി വി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ടി ഡി എസ് വെച്ച് റീപ്ലേസ് ചെയ്തൂടെ. അപ്പോൾ ഡി എച്ച് ഈസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി എന്ന് പറയുന്ന സാധനം, ഈ ഒരു റിലേഷനാണ് നമ്മൾ സെക്കൻഡ് മാക്സ്വെൽസ് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് മാക്സ്വെൽസ് റിലേഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തത് നമ്മൾ പറയുന്നത് ഹെൽമോൺസ് ഫംഗ്ഷൻ എന്ന് പറയും. ആക്ച്വലി നമ്മൾ അവൈലബിലിറ്റി പഠിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. മാക്സിമം യൂസ്ഫുൾ വർക്കും മാക്സിമം വർക്കൊക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന സാധനമാണ്. 4th മോഡ്യൂൾ നിങ്ങൾക്ക് പിന്നെ മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ 5th 6th കടന്നുകൊണ്ടാണ് അതിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഹെൽമോൺസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഫ്. അപ്പോൾ എഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു, നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സെക്കൻഡ് മോഡ്യൂൾ നോക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, യു മൈനസ് ടി സീറോ ഇൻറ്റു എസ് പോട്ടെ, ഇവിടെ ടി എസ് എന്ന് കിട്ടും, യു മൈനസ് ടി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഹെൽമോൺസ് ഫംഗ്ഷൻ എഫ് ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് ആണെങ്കിൽ ഇതിനെ ഇതേപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എഫ് ഈസ് ഈക്വൽ ടു ഡി യു മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്.
മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഡി എഫ് ഈസ് ഈക്വൽ ടു ഡി യു മൈനസ് ടി ഡി എസ്, ഈ മൈനസും പ്ലസും കൂടെ മൈനസ് എസ് ഡി ടി എന്നാവും. ഇനി എന്തെങ്കിലും ഡി യും ടി ഡി എസും തമ്മിലൊന്ന് റിലേഷൻ, ഇവിടെ ഡി യുവിൽ നിന്ന് മൈനസ് ടി ഡി എസ് പോയാൽ എന്ത് കിട്ടും? ഡി യു ഇതെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയാൽ മൈനസ് ടി ഡി എസ് ആവും, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് മാത്രം മാറ്റും? മൈനസ് പി ഡി വി മാത്രം അവിടെ കിടക്കും. അപ്പോൾ ഡി യു മൈനസ് ടി ഡി എസിന് പകരം മൈനസ് പി ഡി വി കൊടുക്കാമല്ലോ. അപ്പോൾ എന്താവും ഇക്വേഷൻ? ഡി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി എന്നാവും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇതാണ് ഇക്വേഷൻ. വി യൂസ്ഡ് ദിസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദി മാക്സ്വെൽസ് ഇക്വേഷൻ. ഇത് മാക്സ്വെൽ ഇക്വേഷൻ അല്ല, ഇത് മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയുള്ള റിലേഷനാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഇത് പറയുന്നത് ഗിബ്സ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് വെച്ച് പറയുന്നുണ്ടായിരുന്നു 4th മോഡ്യൂളിൽ. അപ്പോൾ ഇപ്പോൾ ഇത് പഠിക്കാം. ഗിബ്സ് ഫംഗ്ഷൻ, ആ ഗിബ്സ് ഫംഗ്ഷൻ നമ്മൾ പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ജി ഇട്ട് ഡിനോട്ട് ചെയ്യും. ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യു മൈനസ് ടി എസ് ആണ് ഹെൽമോൺസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഗിബ്സ് ഫംഗ്ഷൻ എച്ച് മൈനസ് ടി എസ് ആണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് ഗിബ്സ് ഫംഗ്ഷൻ ഹെൽമോൺസ് ഫംഗ്ഷനൊക്കെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആക്ച്വലി നമ്മൾ 4th മോഡ്യൂളിൽ പറയുകയും ചെയ്യും. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി ജി ഈസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് ടി ഡി എസ്, മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ എഴുതുവാണ്, മൈനസ് എസ് ഡി ടി. ഡി എച്ച് മൈനസ് ടി ഡി എസ് ഇതാ ഇവിടെ നോക്കിയാൽ മതി. ഇത് നിന്ന് ഡി എച്ച് മൈനസ് ടി ഡി എസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? വി ഡി പി കിട്ടുമെന്നറിയാം അല്ലേ. അപ്പോൾ ഇതിന് പകരം വി ഡി പി നമുക്ക് കൊടുക്കുക. അപ്പോൾ ഡി ജി ഈസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. ഇവിടെ 4 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ 4 റിലേഷൻസ് കാണാതെ അറിഞ്ഞിരുന്നാലും മതി. ഞാനത് കാണാതെ പറയാതെ ഹെൽമോൺസ് ഫംഗ്ഷൻ ഗിബ്സ് ഫംഗ്ഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സ്വെൽസ് റിലേഷൻ അങ്ങനെ എഴുതി വരട്ടെ, കാണാൻ പഠിക്കാതിരിക്കട്ടെ. ഹെൽമോൺസ് ഫംഗ്ഷൻ ഇതാണെന്നും ഗിബ്സ് ഫംഗ്ഷൻ ഇതാണെന്നും അറിയാമെന്നുള്ള ഒരാൾക്ക് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പാടൊന്നുമില്ല. ഈ 4 ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് കാണാതെ പഠിക്കാൻ പറഞ്ഞില്ല, അങ്ങനെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മാക്സ്വെൽസ് റിലേഷൻ എഴുതുന്നത് ജനറൽ ഇക്വേഷൻ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ ഡി ഇസഡിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഈ എഴുതിയെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡി ഇസഡ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുവാണ്, എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കുണ്ടെങ്കിൽ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ വേരിയബിൾസും ഇവിടുത്തെ ക്വാണ്ടിറ്റീസും തമ്മിലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഡെറിവേറ്റീവ് ഓഫ് എം, ദാറ്റ് ഈസ് ഡോ എം വിത്ത് റെസ്പെക്ട് ടു വൈ, അതായത് എമ്മിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കണം. അതായത് ഡോ എം ബൈ ഡോ വൈ കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ്. ഡോ എം ബൈ ഡോ വൈ എടുക്കുമ്പോൾ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? എക്സ് വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വിൽ ബി ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എൻ, അതായത് ഡെറിവേറ്റീവ് ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു എന്തെടുക്കണം? എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പോൾ എന്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും? വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മാത്തമെറ്റിക്കൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ 4 മാക്സ്വെൽസ് ഇക്വേഷൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഇപ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന കാര്യം ഇതിൻ്റെ ഓർഡർ മാറിയ ഇക്വേഷൻ്റെ ഇത് മാറും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്, രണ്ടാമത്തെ എൻതാൽപ്പി, മൂന്നാമത്തെ ഹെൽമോൺസ് ഫംഗ്ഷൻ, നാലാമത്തെയാണ് ഗിബ്സ് ഫംഗ്ഷൻ. ഓർഡർ മാറിപ്പോയത്. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? ഇവിടെ എന്താണ്? ഡി ഇസഡിൻ്റെ സ്ഥലത്ത് ഡി യു ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു വി. അപ്പോൾ എന്ത് എഴുതും? ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു വി ഡോ ടി ബൈ ഡോ വി കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ്? എൻട്രോപ്പി കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് പി, ദാറ്റ് ഈസ് ഡോ പി കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ്? എസ് കോൺസ്റ്റൻറ്റ്, ഡോ പി ബൈ ഡോ എസ്, ഡെറിവേറ്റീവ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എസ് കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ്? വി കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്രത്യേകത ഒരു സ്ഥലത്ത് പ്ലസ്സും ഒരു സ്ഥലത്ത് നെഗറ്റീവും, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇസ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടും ഒരേ സൈനാണെങ്കിൽ ഒരേ സൈനാണ്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിലോ ഇതെടുക്കും. ഇതിലെന്തുവാണ്? ടീരെ വിത്ത് റെസ്പെക്ട് ടു പി. മാറിപ്പോകരുത് എഴുതുന്നത്. ആക്ച്വലി ഇത് അപ്പുറം ഇപ്പുറം മാറിപ്പോയാൽ നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്, ഇക്വേഷൻ്റെ നമ്പറും മാറിപ്പോകരുത്. അപ്പോൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പി ഡോ ടി ബൈ ഡോ പി കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ്? എസ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു
ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എന്ത് എസ് കോൺസ്റ്റൻറ്റ്, സോറി വിത്ത് റെസ്പെക്ട് ടു എസ് കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ് പി കോൺസ്റ്റൻറ്റ്. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. രണ്ടും പോസിറ്റീവാണ്, പോസിറ്റീവ്. അപ്പോൾ ഡോ ടി ബൈ ഡോ പി കീപ്പിംഗ് എസ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് കീപ്പിംഗ് പി കോൺസ്റ്റൻറ്റ്. ഇനി മൂന്നാമത്തതാണെങ്കിലോ, ഇതിലാണെങ്കിൽ ഡോ പി ബൈ എന്താണ് ഡോ ടി കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ് ഡോ പി വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുത്തു, അതായത് പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുത്തു, എന്ത് കോൺസ്റ്റൻറ്റ് വി കോൺസ്റ്റൻറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു വി, അതായത് ഡോ എസ് ബൈ ഡോ വി കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ്, ഇവിടെ എന്ത് കോൺസ്റ്റൻറ്റ് ആയിരിക്കും ഡോ എസ് ബൈ ഡോ വി എടുത്താൽ കീപ്പിംഗ് ടി കോൺസ്റ്റൻറ്റ്. ഇത് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ലാസ്റ്റ് വൺ ഗിബ്സ് ഫംഗ്ഷൻ, ദറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻ ഇത് ഡെറിവേറ്റീവ് ഓഫ് വി with respect to t keeping p constant is equal to derivative of s with respect to p keeping t constant. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആയതുകൊണ്ട് ഒന്ന് മൈനസ് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 4. ഇത് രണ്ടും മൈനസ് ആണ്, ഇവിടെ മൈനസ് കൊടുത്താൽ രണ്ടും പ്ലസ് ആയി പോകും. അപ്പോൾ ഡോ വി ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു ഡോ എസ് ബൈ മൈനസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് ക്യൂ. ഇതാണെങ്കിൽ ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ സാധനത്തിനാണ് 4 എന്തെന്ന് വിളിക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്താണെന്നുള്ളത് ആലോചിക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ കൊള്ളാവുന്ന സാധനമാണ് TDS ഇക്വേഷൻസ്. ഫസ്റ്റ് TDS ഇക്വേഷൻ ഉണ്ട്, സെക്കൻഡ് TDS ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഫസ്റ്റ് TDS ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുമെന്ന് നോക്കണം. ഡെറിവേഷനാണ്. ഫസ്റ്റ് TDS ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എൻട്രോപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഇൻ, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പറയാനുള്ള അവസ്ഥയിലില്ല. ഓക്കെ, എസ് ഈസ് എ ഫംഗ്ഷൻ ഇൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം. അതായത് ടെമ്പറേച്ചറിൻ്റെ വോളിയത്തിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് DS ഈസ് ഗിവൺ ബൈ, ഇത് മാത്തമെറ്റിക്കൽ ഇക്വേഷനാണ്. കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ ആദ്യം എൻട്രോപ്പീനെ ഡെറിവേറ്റീവ് എടുക്കണം, വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കും. വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ വി കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി സഫിക്സ് വി ഇട്ടു. പിന്നെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ DT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് ഡോ എസ്, അതായത് എൻട്രോപ്പീൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇനി എന്തെടുക്കുക വി എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു വി എടുക്കുമ്പോൾ കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ് ടി കോൺസ്റ്റൻറ്റ് ഇൻറ്റു DV. ഇതാണ് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഒരു ഇത് എഴുതുന്നത്. നമുക്ക് ഇതിനെ TDS ആവണം. TDS ആവണമെങ്കിൽ ത്രൂ ഇവിടെ T ഇൻറ്റു DS വരണമെങ്കിൽ ത്രൂ ഔട്ട് T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ T ഇൻറ്റു DS ഈക്വൽസ് ഇവിടെ എന്ത് വരും T ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി കീപ്പിംഗ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു DT പ്ലസ് T ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV എന്ന് വരും. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് TDS എന്ന് പറഞ്ഞാൽ DQ ആണ്, അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. പക്ഷേ അത് പെർ ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ DS ബൈ DT ആയിക്കഴിഞ്ഞാൽ അത് പെർ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് അതിനെ സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാം. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പം അങ്ങനെ ഒരു ടൈം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലായതുകൊണ്ട് ഇതിനെ നമുക്ക് CV എന്ന് റീപ്ലേസ് ചെയ്യാം. അതായത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഈ സാധനം വരുന്നതുകൊണ്ട് T ഇൻറ്റു DSനെ CV എന്ന് കൊടുത്തു. ദറ്റ് ഈസ് TDS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, ഇതിന് നമുക്ക് CV സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു DT എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ കൊടുക്കുന്നു. അതായത് ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഡോ എസ് ബൈ ഡോ ടി ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് കൊടുത്തുകൂടെ. അപ്പം ഇത് മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ, ഞാനിവിടെ എഴുതുന്നില്ലേ, സമയമില്ല, സമയമില്ല, ആരോഗ്യമില്ല, എഴുതാനില്ല. ഡോ പി ബൈ ഡോ ടി ഇവിടെ ഓൾറെഡി ഉണ്ട്,
അതിന് മാത്രം ഡോ പി ബൈ ഡോ ടി ഈ സാധനം ഡോ പി ബൈ ഡോ ടി കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു ഡി ബി. ഇതാണ് ഫസ്റ്റ് ടി ഡി എസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ഫസ്റ്റ് ടി ഡി എസ് ഇക്വേഷൻ. ഇനി അടുത്ത പറയാൻ പോകുന്നത് സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ. സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷനിൽ എസ് ഈസ് എ ഫങ്ഷൻ ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇതെന്നെടുക്കും പ്രഷർ എന്നെടുക്കും. ടെമ്പറേച്ചർ വോളിയം മാറ്റി ടെമ്പറേച്ചറും പ്രഷറും ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എസ് ഈക്വൽസ് ഡോ എസ് ബൈ ഡോ ടി കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി ടി പ്ലസ് ഡോ എസ് ബൈ ഡോ പി കീപ്പിംഗ് എന്ത് കോൺസ്റ്റൻറ്റ് ടി കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി പി. ഇനി ടി ഡി എസ് ആക്കാൻ ടി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ടി ഡി എസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി പി. ഇതെന്ന് പറയുന്നത് ഇത് സി വി എന്ന് കൊടുത്തുവെങ്കിൽ ഇവിടെ സി വി എന്നാണ് കൊടുത്തത്, കോൺസ്റ്റൻറ്റ് വോളിയമാണ്. ഇതേ സാധനം തന്നെ പക്ഷേ കോൺസ്റ്റൻറ്റ് പ്രഷർ കിടക്കുന്നത് ടി പി എന്ന് കൊടുക്കാം. ടി ഡി എസ് ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി ടി. ഇനി ഇതിനൊരു റീപ്ലേസ്മെൻറ്റ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഒരു മൈനസ് ഇവിടെ ഉണ്ട്, അത് ആലോചിച്ചോളാം. മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് മൈനസ് ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു ഡി പി. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ടി ഡി എസ് ഇക്വേഷനുമായി സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷനുമായി ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കിയിരിക്കുക. ഞാൻ ആക്ച്വലി ജൂൾ തോംസൺ കോഎഫിഷ്യൻറ്റും ജൂൾ കെൽവിൻ എഫക്റ്റും പിന്നെ ക്ലോഷ്യസ് ക്രോപ്പേൺ ഇക്വേഷനും കൂടെ കൊണ്ട് നമുക്ക് ഈ മോഡ്യൂൾ തീർക്കാം. ഇത്രയേ ഉള്ളൂ ഈ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് തീരും.